നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ ഇറാൻ ഇസ്രായേൽ പ്രശ്നം. ഇപ്പോൾ 2 ദിവസമായിട്ട് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ഇറാൻ ഇസ്രായേൽ വിഷയം. ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിൽ പോയിട്ട് അവരുടെ ആണവ കേന്ദ്രം ഏതാണ്ട് 13ഓളം ആണവ കേന്ദ്രങ്ങൾ തകർക്കുകയുണ്ടായി. അവരുടെ ആണവ ശാസ്ത്രജ്ഞന്മാരെ, അതുപോലെ തന്നെ സൈനിക മേധാവിമാരെ എന്ന് വേണ്ട ഏതാണ്ട് നല്ലൊരു ശതമാനം ആൾക്കാരെ ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ തകർക്കുകയുണ്ടായി. അത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അവരത് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ ഹിസ്റ്ററി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തിനാണ് ഇസ്രായേൽ ആക്രമിച്ചത് എന്ന്. പക്ഷേ നമ്മൾ പറഞ്ഞു വരുന്നത് ഇറാൻ പ്രശ്നമുണ്ടായപ്പോഴും, ഇസ്രായേൽ ഹമാസ്, ഇസ്രായേൽ അതുപോലെ തന്നെ പലസ്തീൻ വിഷയങ്ങളുണ്ടായപ്പോഴും കേരളത്തിൽ കൂട്ടക്കരച്ചിലാണ്. കേരളത്തിലങ്ങ് വലിയ രീതിയിൽ കരച്ചിൽ. ഇപ്പോൾ ഇന്ന് ഇറാൻ്റെ ഭാഗത്ത് നിന്നൊരു 150 മിസൈൽ ഇസ്രായേലിന് നേരെ വിട്ടു. ഇസ്രായേലൊക്കെ തവിട് പൊടിയായി. അതുപോലെ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഒളിവിലാണ്, മാളത്തിൽ ഒളിച്ചു, ഇസ്രായേൽ തീർന്നു എന്നൊക്കെ രീതിയിൽ നമ്മുടെ ഈ വാർത്താ ചാനലിൻ്റെ അടിയിലൊക്കെ ഒന്ന് കമൻ്റ് ഇടുന്ന പറയണ്ടേ, ഈ ജിഹാദി കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവന്മാരുടെ ആ സന്തോഷം ഒന്ന് കാണണം. മലയാളികൾ നല്ല ഒന്നാം തരം മലയാളി ജിഹാദി കുഞ്ഞുങ്ങൾ അവരങ്ങ് സന്തോഷിക്കുകയാണ്. പക്ഷേ നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യം, പാകിസ്ഥാൻ ഇന്ത്യ പ്രശ്നം നടന്ന സമയത്ത് പാകിസ്ഥാനെതിരെ സംസാരിക്കാൻ ഇവന്മാർ വാ തുറക്കുമോ? ഒരുത്തരും തുറക്കത്തില്ല. നല്ലതുപോലെ നോക്കിയാൽ മതി, ഒരുത്തരും മിണ്ടത്തില്ല. ഇനി ചൈനയായിട്ട് പ്രശ്നം ഉണ്ടായ പോലും ഇവന്മാർ മിണ്ടത്തില്ല. തുച്ഛമായ ആൾക്കാരെ ഉള്ളൂ പ്രതികരിക്കുന്നത്. തുച്ഛമായ ആൾക്കാരെ ചിലപ്പം നമ്മൾ ഇന്ത്യയെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നവർ കാണും. പക്ഷേ ഇവരുടെ കൂറ് എവിടെ? ചോറ് ഇവിടെയും കൂറ് വേറെയാണ്. ഈ ഞമ്മൻ്റെ ആൾക്കാരുടെ പ്രത്യേകത ഏതാണല്ലേ. ഈ തീവ്രവാദികളായ ആൾക്കാരെയാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ മുഴുവൻ ആൾക്കാരെ അല്ല പറയുന്നത്. തീവ്രവാദികളായ പരമനാറികളെ, ഇവിടുത്തെ ഉപ്പും ചോറും കഴിച്ചിട്ട് ഈ കോണം കാണിക്കുന്നവന്മാരെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതാ പറഞ്ഞു വരുന്നത്. ഇസ്രായേലിൽ പ്രശ്നം ഉണ്ടായ സമയത്ത് ഇസ്രായേലിന് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തൊന്നും ഒക്ടോബർ 2 കൊല്ലത്തിന് മുമ്പ് ഒക്ടോബർ 7-ന് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തോ, ഇസ്രായേലിൽ എന്തുമാത്രം ദ്രോഹം കാണിച്ചു എന്നൊരു പ്രശ്നമേ അല്ല. അതിന് ശേഷം അങ്ങ് ഷേവ് പലസ്തീന്, ഷേവ് ഹമാസ്, കോപ്പ്, കുടച്ചക്രം ചൊറിഞ്ഞ് മേടിച്ചതാണ്. നിന്നെയൊന്നും കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല ഇസ്രായേലിനെ. അമേരിക്കയുടെയൊക്കെ പിന്നോടി തന്നെ ഇസ്രായേലി കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. ഇത് ഇറാൻ്റെ താക്കീതെന്ന് വന്നേക്കുന്നത്. UK, യൂറോപ്യൻ രാജ്യങ്ങളെ, അമേരിക്കയ്ക്കൊക്കെ താക്കീത് കൊടുത്തേക്കോ. കാര്യം ഇസ്രായേലിനെ സഹായിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സൈനിക താവളങ്ങളൊക്കെ ആക്രമിക്കുന്ന ഇറാൻ പറഞ്ഞേക്കണേ. സത്യം പറഞ്ഞാൽ യുവമാർക്ക് മന്ത്രിസ വിവരം മാത്രമേ ഉള്ളെന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാരണം അതാണ്. അപ്പോൾ ഇവർ ഇസ്രായേലായിട്ട് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇസ്രായേലായിട്ട് തീർത്താൽ പോരെ. അവരെ സഹായിക്കുന്ന രാജ്യങ്ങളുണ്ടെങ്കിൽ അവരെ എതിർക്കുക, അല്ലെങ്കിൽ അവരുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുകയോ ചെയ്യുക. പിന്നെ അവർ വെറുതെ ഇരിക്കും. അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയൊക്കെ സൈനിക താവളങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ അവരെ പിന്നെന്താ ചെയ്യാൻ പോകുന്നത്? ഇവരൊറ്റക്കെട്ടായിട്ട് എന്നിട്ട് ഇവർ ചാമ്പലാക്കത്തില്ലേ? യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ആവശ്യമാണ്, ഇറാനെ ഒതുക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. അമേരിക്കയുടെ കയ്യിൽ നിന്ന് പോയ ആണവായുധം പാകിസ്ഥാൻ, ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ വഴി ഉത്തര കൊറിയയ്ക്കും ഇറാനും കിട്ടി ഈ സാധനം വെച്ചിട്ട് അമേരിക്കയ്ക്ക് ദോഷം തന്നെയാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ വെച്ചിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അമേരിക്കയാണ്. അതുപോലെ തന്നെ ഇസ്രായേലിന് അമേരിക്കയ്ക്ക് ആവശ്യമാണ്. ഇറാൻ്റെ ഈ ചൊറിച്ചിലും പ്രശ്നങ്ങളൊക്കെ ഇവർക്കും ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ഭാഗത്ത് പല നടപടികളും ഉണ്ടാകുന്നത്. അതിന് ഇത്രയും കരയുന്ന കേരളത്തിലെ മോന്മാരോട് സ്വപ്നം കണ്ട് കിടന്നു. ഇപ്പോൾ ഒരു 150 മിസൈൽ വിട്ടെന്ന് പറഞ്ഞിട്ട് ഒരു സിവിലിയൻ്റെ ഒരു മരണം കണ്ട് ഇസ്രായേലിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ലെ, ഇസ്രായേൽ ഇവിടുന്ന് വിമാനം എടുത്തിട്ട് നേരെ ഇറാനിൽ പോയിട്ടാണ് ഇത്രയും പ്രശ്നം കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ അവർക്ക് ചെയ്താൽ പോരെ? ഇറാനിൽ നിന്ന് വിമാനമൊക്കെ എടുത്തിട്ട് നേരെ ഇസ്രായേലോട്ട് അങ്ങനെ ചെയ്താൽ പോരെ? എന്താ ചെയ്യാത്തത്? അവിടുന്ന് കുറച്ച് മിസൈലുകൾ, 100 മിസൈലുകൾ അയക്കുക. ഇസ്രായേലിൻ്റെ അയൺ ഡോമുകൾ അതിനെ പിടിച്ചു നിർത്തുക. ഒരു 100 വിടുമ്പോൾ സ്വാഭാവികമായിട്ടും 1-2 വന്ന് വീഴും. എന്നാലും കാഷ്വാലിറ്റീസുകൾ അധികം ഉണ്ടാവുന്നില്ല. ഉണ്ടാകാതിരിക്കട്ടെ. കാര്യം ഞാൻ വ്യക്തിപരമായിട്ട് പറയാം, ഇസ്രായേലിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നല്ല അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആൾക്കാരും ഇസ്രായേലിനെ ഇഷ്ടപ്പെടും. പിന്നെ അവർ ഇന്ത്യയോട് എടുക്കുന്ന ഇന്ത്യയോട് കാണിക്കുന്ന സ്നേഹം പൊതുവേ അവരുടെ ഹിസ്റ്ററി പഠിച്ചാൽ മാത്രം പോരെ. നമുക്കറിയാമല്ലോ അവരെ ഈ ലോകം മൊത്തവും ഇട്ട് പീഡിപ്പിച്ച ഇതുപോലൊരു വിഭാഗം വേറെ ഏതുണ്ട്? ജൂതരല്ലാതെ. ഒന്നാലോചിച്ച് നോക്ക്. എന്നിട്ട് പിന്നെ പോരാത്തതിന് പിന്നെയും അവർ ശല്യം ചെയ്യാൻ പോവുക. എന്നിട്ട് ഇരന്ന് മേടിക്കും. ഇനിയിപ്പോൾ കണ്ടോ, ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഷേവ് ഇറാൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇനി ഈ പറയുന്ന ഞമ്മൻ്റെ ആൾക്കാർ ഇറങ്ങാൻ പോകുന്നത്.
നാണമില്ലോടാ നിനക്കൊക്കെ. എരന്ന് പേടിക്കാൻ നിൽക്കുന്നതിൻ്റെ കാര്യം നോക്കും മക്കളെ. വെറുതെ ആമ്പിള്ളേരെ അടിച്ച് നിന്നെയൊക്കെ ഫോഴ്സ് ചെയ്ത് തകർക്കും. ഓക്കെ, ഇത്രയും പറയണമെന്ന് തോന്നി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയണ്ട കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതിന് എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിക്കാത്ത എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ.